നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ അല്ലെങ്കിൽ പനച്ചിക്കാട് പോകുമ്പോൾ അല്ലെങ്കിൽ സാക്ഷാൽ മൂകാംബിക പോകുന്ന സമയത്ത് അമ്മ നിങ്ങളോടും ഗുരുവായൂരപ്പൻ നിങ്ങളോട് ചോദിക്കും, അടുത്ത തലമുറയ്ക്ക് എന്നെ പറഞ്ഞു കൊടുക്കുന്നതിൽ നിങ്ങൾ എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട്, എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റിന്റെ മുമ്പിൽ നമുക്കും തല താഴ്ത്തി നിൽക്കേണ്ട സാഹചര്യം വരരുത്. സാധിക്കുന്നത്ര കഥകൾ പറയുക. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കഥ കേൾക്കാൻ ഇഷ്ടപ്പെട്ട കുട്ടികളാണ് എല്ലാവരും. നിങ്ങൾ പോലും കഥ കേൾക്കാൻ പല ആൾക്കാരും ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു കുട്ടികളാണ്. ആ കുട്ടിക്ക് ഒരിക്കലും മരണമില്ല. അത് 90 വയസ്സുള്ള മുത്തശ്ശിയുടെ ഉള്ളിലും ഒരു കുട്ടിയുണ്ട്, 5 വയസ്സുള്ള കുട്ടിയുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ആ കുട്ടി എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് കഥയോട് ഇത്ര താല്പര്യം. നിങ്ങളൊരു കുട്ടിയോട് സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട്, ഒരു മോനെ ഞാൻ നിനക്ക് മുണ്ടകോപനിഷത്തിലെ 4 ശ്ലോകം വ്യാഖ്യാനിച്ചു തരാന്ന് പറഞ്ഞാൽ ഒരു കുട്ടി നിങ്ങളുടെ അടുത്ത് തിരിയില്ല. തത്വമസിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ അവർ കേൾക്കാൻ താല്പര്യമില്ല. മറിച്ച് കൃഷ്ണൻ പാമ്പിന്റെ മുകളിൽ ഡാൻസ് കളിച്ച കഥ പറഞ്ഞു തരാൻ കൂട്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വന്നിരുന്ന് കേൾക്കും, പറയാമെന്നുണ്ട്. അതാണ് കഥകളുടെ മഹാത്മ്യം. പക്ഷെ എനിക്ക് ഇത്രയും നിർബന്ധമുള്ളൂ, വെറും കഥകൾ മാത്രം ഫ്രാങ്കായിട്ട് പറയാതെ ആ കഥയ്ക്ക് പുറകിലുള്ള എന്തെങ്കിലും ഒരു തത്വം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വ്യാഖ്യാനിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇന്ന് ഞാനിവിടെ വ്യാഖ്യാനിക്കുന്നത് പലതും ഇങ്ങനെയൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നുമായിരിക്കും. അത് എന്റെ ചിന്തയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിൽ വ്യാഖ്യാനിക്കാം. അതാണ് നമ്മുടെ പുരാണത്തിന്റെയും കഥകളുടെയൊക്കെ മഹത്വം. അത് കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് വായിക്കുന്ന ആൾക്ക് അയാളുടെ ഒരു മാനസികാവസ്ഥ അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അത് മഹത്തായിക്കോളണമെന്നൊന്നുമില്ല, പക്ഷെ അതിന് റെലവൻസ് ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ എന്നുള്ളതാണ്. ഒരിക്കൽ ഭഗവാൻ ഈ ഗോകുലത്തിൽ താമസിക്കുന്ന സമയത്ത് അത് രാവിലെ ഒന്നാമത് ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ട് എണീക്കുന്ന സ്വഭാവം ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നതാണ്. മുതുക് ഭാഗത്ത് വെയിലടിച്ചാൽ എണീക്കണം എന്നൊക്കെ പറയാ ചേട്ടന്മാര്. അത്ര ലേറ്റ് ആയിട്ട് എണീക്കുന്നുള്ളൂ. കാരണം രാത്രി ഗംഭീരമായിട്ടുള്ള യുദ്ധമാണ്. ഇപ്പൊ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബഹളം വീട്ടിലൊക്കെ കേട്ടു എന്നാണ്. അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര തിരക്കിലാണ്. ജനലിന്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോ തന്റെ വീടിന്റെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ കുറെ സാധനങ്ങൾ അരക്കണു, പൊടിക്കണു, അരിയണു, ഭയങ്കര ബഹളം. സാധാരണ എണീറ്റ് കഴിഞ്ഞാൽ അമ്മ വന്ന് പാലൊക്കെ കൊടുക്കണം. അന്നിപ്പോ അമ്മേനെയും കണ്ടില്ല. ഈ സാധനം എലാസ്റ്റിക് ഇല്ലാത്തൊരു ട്രൗസറും അത് കൈ പിടിച്ചിട്ട് അച്ഛനടുത്തേക്ക് പോയി ചോദിച്ചു, അച്ഛൻ എന്താ വിശേഷം? എല്ലാവരും ഗംഭീരമായിട്ടുള്ള തിരക്കിലാണല്ലോ. സാധാരണ അമ്മയെങ്കിലും ഞാൻ എണീറ്റ് എന്റെ അടുത്തേക്ക് വരാറുണ്ട്. ഇന്ന് എല്ലാവരും ഭയങ്കര തിരക്കിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തെന്ന് വിശേഷം? ഇന്ന് പേട്ടന്റെ പിറന്നാളാണോ അച്ഛന്റെ പിറന്നാളാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നന്ദഗോപര് ഭഗവാന്റെ അച്ഛൻ ഭഗവാനോട് പറഞ്ഞു, ഉണ്ണി, ഇന്ന് പിറന്നാളും കാതുകുത്തൊന്നുമല്ല, നമ്മൾ വർഷാവർഷം ചെയ്യുന്ന ഒരു പൂജ, അതിന്റെ ദിവസമാണ് ഇന്ന്. അതിന്റെ ഒരുക്കങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പൊ ഭഗവാൻ ചോദിച്ചു, അച്ഛൻ നമ്മൾ ആരെയാണ് പൂജിക്കുന്നത്? കാരണം ഇതിനിപ്പോ ഓർമ്മ വെച്ചിട്ടേ ഉള്ളൂ. ഇത്ര നാൾ കുട്ടിയായിരുന്നു, ഇതിന് മുമ്പുള്ള ഒന്നും അറിയില്ല. അപ്പൊ നന്ദഗോപര് പറഞ്ഞു ഉണ്ണിയോട്, ഉണ്ണി, നമ്മള് ഇന്ദ്രദേവനെയാണ് പൂജിക്കുന്നത്. അപ്പൊ ഭഗവാൻ ചോദിച്ചു, അച്ഛാ എന്തിനാണ് നമ്മൾ ഇന്ദ്രനെ പൂജിക്കുന്നത്? നോക്കൂ, ഒരു കുട്ടി അന്ന് ഇത് സംസാരിക്കുന്ന സമയത്ത് ഭഗവാന്റെ പ്രായം 7 വയസ്സോ 6 വയസ്സോ ആണ് ഭാഗവതനുസരിച്ച്. ഇന്നത്തെ പല ആളുകളിലും നമ്മൾ കാണുന്ന ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത്, ഒരു ചോദ്യം പോലും തിരിച്ച് ചോദിക്കുന്നത് ഇഷ്ടമല്ല പല ആൾക്കാർക്കും. പറയണത് അങ്ങോട്ട് കേട്ടാൽ മതി, ആ മറുപടി നമ്മുടെ ധർമ്മത്തിൽ ഇല്ല കേട്ടോ. ഞാൻ ഇപ്പോഴേ പറയാം. പറയണത് അങ്ങോട്ട് കേട്ടാൽ മതി, ഞാൻ പറയുന്നതേ നീ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ഏർപ്പാടേ ഇല്ല സനാതന ധർമ്മത്തിൽ. ഇവിടെ എല്ലാം ചോദിച്ചും മനസ്സിലാക്കിയുമാണ് അനുഷ്ഠിക്കേണ്ടതുള്ളൂ. നമ്മുടെ ഏത് പുരാണം നിങ്ങൾ എടുത്താലും അതൊക്കെ സംവാദ രൂപത്തിലാണ്. പരീക്ഷത്തിന് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അതിന്റെ ഇടയിൽ ശ്രീശുക ബ്രഹ്മർഷി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പരീക്ഷത്ത്. കൃഷ്ണാർജുന സംവാദമാണ് ഗീത. പരീക്ഷത്തും ശ്രീശുക ബ്രഹ്മർഷിയും അല്ലെങ്കിൽ സൂതനും ശൗനകനും തമ്മിലുള്ള സംവാദമാണ് ഭാഗവതം. രാമായണം പോലും നമ്മൾ കണക്കാക്കുന്നത് ദേവിക്ക് ഭഗവാൻ മഹാദേവൻ പറഞ്ഞു കൊടുത്തു എന്നുള്ള രീതിയിലാണ്. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞുമാണ് പഠിത്തം നടക്കുന്നത്. ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി ചോദ്യം ചോദിക്കുന്നത് കാണുമ്പോൾ ദയവായിട്ട് നിരുത്സാഹപ്പെടുത്താതിരിക്കുക. ഇതൊന്നും പറഞ്ഞു തരാൻ സമയമില്ല, ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ്, ഇതിങ്ങോട്ട് ചെയ്താൽ മതി. അത് ശരിയല്ല രീതി. അത് നന്ദഗോപർ എത്ര ഭംഗിയായിട്ടാണ് കാണിക്കുന്നത്. 6 വയസ്സുള്ള 7 വയസ്സുള്ള കൃഷ്ണൻ ചോദ്യം ചോദിക്കുമ്പോൾ എത്ര ക്ഷമയോട് കൂടിയിട്ടാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത്. അച്ഛാ എന്തിനാണ് ഇന്ദ്രനെ പൂജിക്കുന്നത് ചോദിക്കുമ്പോൾ വളരെ ക്ഷമയോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഉണ്ണി
ഈ കാലാവസ്ഥയുടെ ഈശ്വരൻ ഇന്ദ്രനാണ്. അദ്ദേഹം മഴ പെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കൃഷി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് നമ്മുടെ ജീവനോപാധി. അതുകൊണ്ട് നമ്മൾ ഇന്ദ്രനെ പൂജിക്കുന്നു. അല്ലാണ്ട് മൂപ്പര് പറഞ്ഞിട്ടില്ല, എടാ ചക്ക ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ്, അതിലൊന്നും നീ ഇടപെടാൻ നിൽക്കണ്ട. നമ്മുടെ പല ആരാധനകളും ഇന്ന് വീട്ടിൽ അങ്ങനെയാണ്. അമ്മ ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറയും, ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ കുട്ടി, എന്റെ കാരണവർ ഇത് ഇങ്ങനെ കാണിച്ചു തന്നു, ഞാനിത് ഇങ്ങനെ ചെയ്യണു, ഈ ഇത് ഇങ്ങനെ തന്നെ ചെയ്തോ. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്തോളണം, ശരി അച്ഛാ ഞാനും പോയിട്ട് 4 ഇല മുറിക്കാം, ഞാനും പോയിട്ട് കുറച്ച് പൂ അറക്കാൻ കൂടാ, ഞാനാണെങ്കിൽ ഇത്തിരി സദ്യക്ക് അമ്മയെ സഹായിക്കാൻ പോവാം, അങ്ങനെ പറയണമെന്നില്ല എല്ലാ കുട്ടികളും. ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഭഗവാൻ തിരിച്ച് അച്ഛനോട് ചോദിക്കുകയാണ് ചെയ്തത്, അച്ഛാ അങ്ങയുടെ ന്യായം ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂജിക്കേണ്ടത് ഇന്ദ്രനെയല്ല, മറിച്ച് ഗോവർദ്ധനത്തെയാണ്. ആ ഗോവർദ്ധനം ഇവിടെ ഉള്ളതുകൊണ്ടും ഈ പശുക്കൾ ഇവിടെ ഉള്ളതുകൊണ്ടും നമ്മൾ കഴിഞ്ഞു പോണത്, അല്ലാണ്ട് ഇന്ദ്രനുള്ളതൊന്നുമല്ല. അതുകൊണ്ട് അച്ഛാ എന്റെ അഭിപ്രായമാണ് അങ്ങ് മാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ പൂജിക്കേണ്ടത് ഇന്ദ്രനെയല്ല, മറിച്ച് ഗോവർദ്ധനത്തെയാണെന്ന് ഭഗവാൻ പറയുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ കഥ നിങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയണത്. നന്ദഗോപർ ഇന്ദ്രനെ പൂജിക്കുന്നത് നിർത്തി ഗോവർദ്ധനത്തെ പൂജിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തനിക്ക് കിട്ടുന്ന പൂജ മുടങ്ങിയ സമയത്ത് ഇന്ദ്രൻ മഴമേഘങ്ങളെ ഗോകുലത്തിന്റെ മുകളിൽ വർഷിച്ച് ഗോകുലത്തെ നശിപ്പിക്കാൻ നോക്കിയെന്നും ഭഗവാൻ ഗോവർദ്ധനത്തെ ഉയർത്തി 7 ദിവസം ഗോവർദ്ധനത്തിന് ചോട്ടിൽ മുഴുവൻ വ്രജവാസികളെയും ഇരുത്തി രക്ഷിച്ചു എന്നും നിങ്ങൾക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒറ്റ കാര്യം. ഈ കുട്ടിയായിട്ടുള്ള 7 വയസ്സുള്ള കൃഷ്ണൻ അച്ഛ പൂജിക്കേണ്ടത് ഇന്ദ്രനെ അല്ല ഗോവർദ്ധനത്തെയാണ് എന്ന് പറയുമ്പോൾ, നന്ദഗോപർ എന്ന് വിളിക്കപ്പെടുന്ന വ്രജവാസികളുടെ ഗ്രാമത്തലവനായിട്ടുള്ള രാജാവായിട്ടുള്ള അദ്ദേഹം അതനുസരിച്ചത് എപ്പോഴെങ്കിലും നിങ്ങൾ കരുതുന്നുണ്ടോ കൃഷ്ണൻ ഭഗവാനാണ് എന്ന് അറിഞ്ഞിട്ടാണെന്ന്? ആണോ അല്ലയോ? ഈ കുട്ടി പറയുന്നത് അദ്ദേഹം കേട്ടത് കുട്ടി ഈശ്വരനാണെന്ന് അറിഞ്ഞിട്ടാണോ അല്ലയോ? സിമ്പിൾ ചോദ്യം. പ്രിയപ്പെട്ടവരെ, നന്ദഗോപർക്കും യശോദാമ്മയ്ക്കും ഒരു കാലത്തും കൃഷ്ണൻ ഈശ്വരനല്ലായിരുന്നു. ഭഗവാൻ ആ ഈശ്വരഭാവം അവരുടെ മുമ്പിൽ കാണിച്ചിട്ടില്ല. ഭഗവാൻ മണ്ണ് നിന്നു എന്ന് പറഞ്ഞ് യശോദാദേവി വാ തുറന്ന് നോക്കിയപ്പോ പ്രപഞ്ചം മുഴുവൻ കണ്ട് മോഹാലസ്യപ്പെട്ട് വീഴുമ്പോ ഭാഗവതം കൃത്യമായിട്ട് പറയുന്നു, ഭഗവാൻ ആദ്യം ചെയ്തത് അമ്മയുടെ മെമ്മറിയിൽ നിന്ന് ആ കണ്ടത് മുഴുവൻ ഭഗവാൻ മാറ്റിയതാണ്. എന്തിന്? അത് കണ്ടു കഴിഞ്ഞാൽ ഇനി മേലാൽ എന്നെ ആരായിട്ടേ കാണുള്ളൂ? ഈശ്വരനായിട്ടേ കാണുള്ളൂ. എന്നെ അമ്മ ആരായിട്ട് കണ്ടാൽ മതി? മകനായിട്ടും മോനായിട്ടും കണ്ടാൽ മതി. അങ്ങനെയുള്ള ഒരു നന്ദഗോപനും യശോദയും ഈ 7 വയസ്സുള്ള കുട്ടി പറയുന്നത് കേട്ട് പൂജ മുടക്കി വേറൊരു ഭഗവാനെ പൂജിക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വാക്കിന് അവർ വില കൊടുത്തിട്ടുണ്ടോ? വില കൊടുത്തിട്ടില്ലേ? ഇത്രേ ഉള്ളു ചോദ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പ്രായമല്ല പരിഗണനാ വിഷയം. പറയുന്ന കാര്യത്തിന് പോയിന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെടുക്കുക. മുതിർന്നവരുടെ ഉപദേശത്തോടു കൂടി പുതിയ തലമുറയിലുള്ള ആളുകൾ ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങൾ കൂടുതലായിട്ട് ഇടപെടുന്ന തരത്തിലേക്ക് മാറണം. അതിൽ മുതിർന്നവർക്ക് ഒരിക്കലും അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ദയവായി അത് അസഹിഷ്ണുതയോടുകൂടി കാണരുത്. അവർ ചോദിക്കുന്ന ചോദ്യം ന്യായമാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ നിൽക്കണം. അതല്ലാതെ ഞങ്ങൾ ഇറങ്ങി പോവാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ നഷ്ടമുള്ളൂ. ആ പരിപാടി അവിടെ നടക്കും. നന്ദഗോപുര ഭഗവാൻ പറയുന്നത് കേട്ടിട്ട്, ശരി ഉണ്ണി, നമ്മൾ പറയുന്നത് അങ്ങ് പറയുന്നത് ശരിയാണ്, ഉണ്ണി പറഞ്ഞത് ശരിയാണ്, നമുക്ക് ഇന്ദ്രനല്ല പൂജിക്കേണ്ടത്, ഗോവർദ്ധനത്തെ പൂജിക്കേണ്ടത്, എനിക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞത് 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് ചെവി കൊടുക്കണം നന്ദഗോപർ. ഞാൻ ഇന്നലെ മിനിങ്ങാന്നും പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കണ്ണൂർ ജില്ലയിൽ സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ചാണ്. ഉണ്ണി, നിനക്ക് വേദാന്തത്തിന്റെ അല്ലെങ്കിൽ ഓംകാരത്തിന്റെ അർത്ഥം അറിയുമെന്ന് അച്ഛനായിട്ടുള്ള മഹാദേവൻ വൈക്കത്തപ്പൻ ഉദയനാപുരത്തപ്പനോട് ചോദിക്കുമ്പോൾ ഉദയനാപുരത്തപ്പൻ പറയണ്ട, അച്ഛ എനിക്ക് അറിയാം എന്നാ എനിക്ക് പറഞ്ഞു തരുമെന്ന് പറയുമ്പോ ആ ഉണ്ണി പറയണ്ട്, അച്ഛൻ എന്റെ മുമ്പിൽ ശിഷ്യനായിട്ടിരിക്കണം, എന്നാലേ ഞാൻ പറഞ്ഞു തരുള്ളൂ. ഈഗോന്റെ ഹൈറ്റിലെ മഹാദേവന് അദ്ദേഹം ഭഗവാനെ എടുത്തിട്ട് തന്റെ വലത്തെ ഈ തോളിലിരുത്തി വാ പൊത്തിയിട്ട് ഉണ്ണി പറയണത് എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ എത്ര സിമ്പിൾ ആയിട്ടാണ് ഭഗവാൻ. മഹാദേവൻ നമ്മളൊക്കെ ഈ ക്ഷിപ്രഗോപി എന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ആള്. ഒരു കുട്ടി പറയുന്നത് കേൾക്കാനുള്ള മൈൻഡ് സെറ്റ് കാണിച്ചു. ദേവി ശ്രീപാർവതി എന്തൊക്കെയാണ് ഭഗവാനെ കുറിച്ച് കുറ്റം പറഞ്ഞു പറയുന്നത്? ബ്രഹ്മാവിനെ പൂട്ടിയിട്ടു, ഈ ഓംകാരത്തിന്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ മുമ്പിൽ കൊണ്ടേ നിർത്തിയിട്ട് അമ്മ പറയുന്നുണ്ട്, ഇനി അച്ഛനായി മകനായി ഇനി എന്നോട് ചോദിക്കരുത്. ആദ്യം തന്നെ മഹാദേവനെ കുട്ടിയോട് പറയേണ്ടത്, കുട്ടി നിന്റെ വേർഷൻ പറഞ്ഞാൽ കേൾക്കട്ടെ, അമ്മയുടെ വേർഷൻ കേട്ടു.
നിന്റെ വിഷം പറയും. ക്ഷമയോടുകൂടി കേൾക്കുന്നു. ക്ഷമയോടുകൂടി കേട്ടു എന്ന് മാത്രമല്ല, കുട്ടിക്ക് മുമ്പിൽ, അദ്ദേഹത്തിന്റെ അറിവിന് മുമ്പിൽ മഹാദേവന്റെ മുകളിലുള്ള ഒരു ഗുരുസ്ഥാനമുള്ള ഒരാളില്ല എങ്കിൽ പോലും ആ കുട്ടിയുടെ മുമ്പിൽ അവന് സന്തോഷമാവാൻ വേണ്ടിയിട്ട് അത് അഡ്മിറ്റ് ചെയ്ത് അവന്റെ മുമ്പിൽ ശിഷ്യനായിട്ടിരുന്ന് ഓംകാരത്തിന്റെ അർത്ഥം കേട്ടു, സന്തോഷമായി. നോക്കൂ, ഒരു അച്ഛന്റെ എത്ര നല്ലൊരു അച്ഛനായിട്ടാണ് അദ്ദേഹം ആക്ട് ചെയ്യുന്നത്. നന്ദഗോപൻ എത്ര നല്ല അച്ഛനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ കഴിഞ്ഞ നോക്കൂ, നിങ്ങൾ കൃത്യമായിട്ട് സ്കന്ദപുരാണം വായിക്കണം. ഭഗവാൻ മുരുകൻ മഹാദേവന്റെ ചെവിയിൽ ഓംകാരത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോ ഭഗവാന് സന്തോഷമായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ബ്രഹ്മാവിനെ പൂട്ടിയിട്ടു എന്നുള്ള കുറ്റം ശരിയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അത് ചെയ്തത് നന്നായി എന്ന് മഹാദേവൻ പറഞ്ഞില്ല. ഉണ്ണി, നീ പറഞ്ഞ ഉത്തരം ശരിയാണ്, നീ ചെയ്ത കാര്യങ്ങളും ശരിയാണ്, പക്ഷെ മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളത് നിന്റെ ധർമ്മമായിരുന്നു. ബ്രഹ്മാവിനെ നീ പൂട്ടിയിട്ട് അതിന് പകരമായിട്ട് ഭൂമിയിൽ പോയി തപസ് ചെയ്യാനാണ് പറഞ്ഞത് ഭഗവാന്റെ അടുത്ത്. നോക്കൂ, എങ്ങനെയാണ് അച്ഛൻ ആക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഭഗവാൻ ഒരു സർപ്പത്തിന്റെ രൂപം സ്വീകരിച്ച് ഭൂമിയിൽ പോയി തപസ് ചെയ്യുന്നത്. ഇന്നും കണ്ണൂർ ജില്ലയിൽ പെരളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ആൾക്കാർ പോയിട്ടുണ്ടാവും പറശ്ശിനി പോകുന്ന സമയത്ത്. അവിടെ നാഗസുബ്രഹ്മണ്യൻ ആ പ്രതിഷ്ഠയാണ്. അച്ഛന് ഓംകാരത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത് അച്ഛനെ സന്തോഷിപ്പിച്ച് അതേ അച്ഛൻ തന്നെ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആവണം നമ്മുടെ പുതിയ തലമുറയിലുള്ള ആളുകളോട് മുതിർന്ന ആളുകൾ പെരുമാറാൻ എന്നുള്ളത്. ഞാൻ അവരോട് ആജ്ഞാപിക്കാനെന്ന് ഞാൻ ആരുമല്ല, അവരുടെ കാല് പിടിച്ച് എനിക്ക് പറയാനുള്ളത്. ആ ഒരു മെന്റാലിറ്റി എടുക്കുക എപ്പോഴും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല.